ദ വേഴ്സ്റ്റ് അഡാപ്റ്റേഷൻ ഓഫ് F1. നോ ഇമോഷണൽ കണക്ട്, ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ. കുറേ നല്ല റിവ്യൂസൊക്കെ വന്നെങ്കിലും മുന്നേ പറഞ്ഞ പോലെ കുറച്ച് നെഗറ്റീവ് കമൻസൊക്കെയാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. പാർഷ്യലി ആണെങ്കിലും ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പടം കാണാതിരുന്നത്. ഡിസപ്പോയിൻമെൻറ്റ് ഓർ റിലീഫ്, ടൈറ്റിൽ കണ്ട പോലെ ഇത് രണ്ടുമല്ല. ബട്ട് ഓ മാൻ, വാട്ട് എ ട്രീറ്റ്. എ വെൽ ക്രാഫ്റ്റഡ് സിനിമാറ്റിക് മാസ്റ്റർപീസ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സ്റ്റോറിയോ പ്ലോട്ടോ അങ്ങനെയൊന്നുമല്ല ഇതിൽ. ബട്ട് മേക്കിംഗ് ആണ് മെയിൻ. നല്ല ത്രില്ലിംഗ് ആയി, ചില മൊമെൻറ്റ്സൊക്കെ ശ്വാസം എടുക്കാൻ പോലും മറന്നു പോകുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ജോസഫ് കൊസൻസ്കി, ദ ഡയറക്ടർ, മുമ്പത്തെ ടോപ്പ് ഗൺ മാവറിക്ക് പോലെ F1 നല്ല വൃത്തി മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. മേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പം സിനിമാറ്റോഗ്രാഫറെ പറയാൻ കേൾക്കാൻ പറ്റില്ല. എവിടെയൊക്കെയുള്ള ക്യാമറ ഒണിച്ചിനി ഒരു ഫുൾ പാക്ഡ് റേസിംഗ് അറീനയുടെ ആവശ്യം കാണിച്ചിരുന്നതിനൊപ്പം കോക്പിറ്റിനകത്തിരുന്ന ആളുടെ ഇമോഷൻസും നമുക്ക് മനസ്സിലാക്കി തരും. ഇനി മെയിനായിട്ട് പറയാനുള്ളത് ദ മാൻ, ദ ലെജൻഡ്, ഹാൻസ് സിമ്മർ. ഒബിയസ്ലി നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ കൊണ്ട് ഒരു മോഷൻ ട്രാക്ക് കമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ കയ്യിൽ കഴിവില്ല. ബട്ട് എന്നെ ഞെട്ടിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻസ് സോങ്സിൻ്റെ എണ്ണമാണ്. ടോട്ടൽ 27 പാട്ട് പടത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, ക്രെഡിറ്റ്സിൽ ഞാൻ എണ്ണി നോക്കി. ബട്ട് ഇതിൽ ഒരു പാട്ട് പോലും മുളച്ച് നിൽക്കുവോ ട്രാക്ക് മാറി പോവോ ഒന്നും ചെയ്യുന്നില്ല. 5-10 പാട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ഇത്രയും പാട്ടൊക്കെ ഇത്ര ബ്യൂട്ടിഫുള്ളി യൂസ് ചെയ്യുന്നത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ വേറെ പടത്തിലൊക്കെ ഇതിനേക്കാൾ പാട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റിൽ പറയാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ബ്രാഡ് പിറ്റ്. ഓഹ്, വാട്ട് എ പെർഫോമൻസ്. എൻ്റെ ഓർമ്മയിൽ ഫൈറ്റ് ക്ലബ്ബോ 7 ഇതിലേതോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ബ്രാഡ് പിറ്റ് പടം. സ്റ്റിൽ അന്ന് കണ്ട സെയിം കരിസ്മ, അതേ ചാമിങ് എല്ലാം ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെയുടെ സ്ക്രീൻ പ്രസൻസിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ബ്രാഡ് പിറ്റിൻ്റെ ഒപ്പം പിടിച്ചേക്കാൻ പണിയാണെങ്കിലും JP എന്നുള്ള ക്യാരക്ടർ ചെയ്തായ ആക്ടറും നല്ല പോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൂയിസ് ഹാമിൽട്ടനെ പോലെ ചിലരൊക്കെ മെൻഷൻ ചെയ്തും കാണിച്ചൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ദ ഫൺ പാർട്ട് ഈസ്, സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിനെയും ഒരു മിന്നായം പോലെ കാണാം. പക്ഷേ സൂക്ഷിച്ച് നോക്കണം. ഓണസ്റ്റ്ലി പടം എനിക്ക് നല്ലോണം ഇഷ്ടമായി. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ആബ്സല്യൂട്ട് മസ്റ്റ് വാച്ചാണ്. കൊസൻസ്കിയുടെ നെക്സ്റ്റ് പടത്തിന് വേണ്ടി ഇപ്പോഴേ കട്ട വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേസിംഗ് മൂവി ഏതാണ്? റഷ്, സെന്ന, ഫോർഡ് വേഴ്സസ് ഫെറാറി, ഇനിഷ്യലി ഏതാണെങ്കിലും കമൻറ്റിൽ പറയാം. ലെറ്റ്സ് സീ ഹു ഗോട്ട് മോർ ഫാൻസ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കാൽവിൻസ് POV.